ഒരു ബിസിനസ്സുകാരന്റെ മകനാണ് വിജയ്. യൂറോപ്പിൽ പഠിച്ച് ആധുനിക ചിന്താഗതിയുള്ള അവന്റെ ജീവിതത്തിൽ പണമാണ് ഏറ്റവും വലുത് എന്ന് അവൻ വിശ്വസിച്ചു. വിവാഹബന്ധങ്ങളോട് അവന് യാതൊരു താൽപര്യവുമില്ലായിരുന്നു. അവന്റെ പിതാവാകട്ടെ മകനെ വിവാഹം കഴിപ്പിക്കാൻ നിരന്തരം നിർബന്ധിക്കുന്നു. വിവാഹം കഴിച്ചാൽ മാത്രമേ കമ്പനിയുടെ പൂർണ്ണ അധികാരം മകന് കൈമാറുകയുള്ളൂ എന്നും അദ്ദേഹം തീരുമാനിക്കുന്നു. മകനെ വിവാഹത്തിന് പ്രേരിപ്പിക്കാൻ പിതാവ് ഒരു തന്ത്രം ആസൂത്രണം ചെയ്യുന്നു. മകന്റെ ഈ ഒറ്റപ്പെട്ട ജീവിതം തുടരുകയാണെങ്കിൽ തന്റെ എല്ലാ സ്വത്തുക്കളും ഒരു ട്രസ്റ്റിന് കൈമാറുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. ഈ സമയത്ത് പ്രിയ എന്ന പെൺകുട്ടി വിജയുടെ അച്ഛന്റെ കമ്പനിയിൽ ജോലി തേടിയെത്തുന്നു. പ്രിയയുടെ കുടുംബത്തിന് സാമ്പത്തികമായി ഒരുപാട് കടങ്ങളുണ്ട്. പിതാവിന്റെ ഭീഷണിയോടെ വിജയ് കുഴപ്പത്തിലാകുന്നു. വിവാഹം കഴിക്കാൻ അവന് മനസ്സില്ല, എന്നാൽ സ്വത്ത് നഷ്ടപ്പെടുത്താനും കഴിയില്ല. ഈ പ്രതിസന്ധിയിൽ അവൻ ഒരു വിവാഹ കരാറിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈ സമയം സാമ്പത്തിക പ്രതിസന്ധിയിലായ പ്രിയയുമായി വിജയുടെ അച്ഛൻ കല്യാണക്കാര്യം സംസാരിക്കുന്നു. പ്രിയയുടെ കുടുംബത്തിന്റെ കടങ്ങൾ വീട്ടാൻ സഹായിക്കാമെന്ന് വിജയുടെ അച്ഛൻ വാഗ്ദാനം ചെയ്യുന്നു. അത് കാരണം പ്രിയ കല്യാണത്തിന് സമ്മതിക്കുന്നു. ഒരു വർഷത്തെ കരാർ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് വിജയ് പ്രിയയോട് ആവശ്യപ്പെടുന്നു. ഒരു വർഷത്തിന് ശേഷം നിയമപരമായി വേർപിരിയാമെന്നും അതുവരെ വിവാഹിതരായി അഭിനയിക്കണമെന്നും വിജയ് പ്രിയയെ അറിയിക്കുന്നു. ആദ്യം പ്രിയ ഇതിനോട് എതിർക്കുന്നു. എന്നാൽ കുടുംബത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാനായി അവൾ മനസ്സിലാമനസ്സോടെ ഈ കരാർ വിവാഹത്തിന് സമ്മതിക്കുന്നു. വിജയും പ്രിയയും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. വിവാഹത്തിന്റെ അന്ന് തന്നെ കരാറിൽ ഒപ്പിടാൻ വിജയ് പ്രിയയോട് ആവശ്യപ്പെടുന്നു. പ്രിയ ഒപ്പിട്ടുകൊടുക്കുന്നു. ലോകത്തിനു മുന്നിൽ അവർ സന്തോഷമുള്ള ദമ്പതികളായി അഭിനയിക്കുന്നു. പ്രിയ വളരെ സ്നേഹവും ലാളിത്യവുമുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ വിജയുടെ കുടുംബാംഗങ്ങളോടും വീട്ടിലെ ജോലിക്കാരോടുമെല്ലാം വളരെ പെട്ടെന്ന് അടുപ്പം സ്ഥാപിക്കുന്നു. അവൾ ഒരു മികച്ച മരുമകളായി മാറുന്നു. വിജയുടെ പിതാവിന് പ്രിയയെ ഒരുപാട് ഇഷ്ടമാകുന്നു. എന്നാൽ തന്റെ കരാറിനെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും വിജയ് ഉറച്ചു നിൽക്കുന്നു. അവൻ പ്രിയയെ ഒരു കരാർ പങ്കാളി മാത്രമായി കാണുന്നു. ഇതിനിടയിൽ പ്രിയയ്ക്ക് തന്റെ ഭർത്താവിനോട് യഥാർത്ഥത്തിൽ പ്രണയം തോന്നുന്നു. പ്രിയ വിജയെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. വിജയിന്റെ അച്ഛൻ മകൻ സന്തോഷവാനായി കാണപ്പെടുന്നതിൽ സംതൃപ്തനായിരുന്നു. കൃത്യം ഒരു വർഷം തികയുന്നു. കരാർ പ്രകാരം അവർക്ക് വേർപിരിയേണ്ട സമയം ആഗതമാകുന്നു. വിജയ് വിവാഹമോചനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. പ്രിയയോട് വിവാഹമോചന പേപ്പറുകളിൽ ഒപ്പിടാൻ ആവശ്യപ്പെടുന്നു. യഥാർത്ഥ പ്രണയത്തിലായ പ്രിയക്ക് ഇത് വലിയ ഷോക്കായി അനുഭവപ്പെടുന്നു. ഈ അവസരത്തിൽ പ്രിയ തന്റെ യഥാർത്ഥ വികാരങ്ങൾ തുറന്നു പറയുന്നില്ല. കാരണം വിജയ് തന്നെ ഇപ്പോഴും കരാർ പങ്കാളിയായി മാത്രമേ കാണുന്നുള്ളൂ എന്ന് അവൾ മനസ്സിലാക്കുന്നു. ദുഃഖിതയാണെങ്കിലും കരാർ പാലിക്കാൻ ബാധ്യസ്ഥയായതിനാൽ പ്രിയ വിവാഹമോചന പേപ്പറുകളിൽ ഒപ്പിടുന്നു. പ്രിയ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോകാൻ തയ്യാറെടുക്കുന്നു. വിജയ് തന്നെ പ്രിയയെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു. പിറ്റേന്ന് മുതൽ വീട്ടിൽ പ്രിയ ഇല്ലാത്തത് കാരണം വിജയ് അറിയാതെ പ്രിയയെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്ന് തിരിച്ചറിയുന്നു. ഒടുവിൽ പരസ്പരം അകന്നുപോകുന്ന നിമിഷത്തിൽ വിജയ് തന്റെ സമ്പത്തും ഈഗോയും ഉപേക്ഷിച്ച് പ്രിയയെ തിരിച്ചുവിളിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. ആദ്യം പ്രിയ വിജയെ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നീട് വിജയുടെ സ്നേഹം സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രിയ അവനെ സ്വീകരിക്കുകയും അവരുടെ കരാർ ബന്ധം യഥാർത്ഥ പ്രണയമായി മാറുകയും ചെയ്യുന്നു. അവർ സന്തോഷത്തോടെ വീണ്ടും ഒന്നിക്കുന്നു.